You are watching TV Next. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായ ശ്രീ PJ ജോസഫ് സാറിൻ്റെ 85-ാം ജന്മദിനാഘോഷം 2026 ജൂൺ 29 തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് പാറശാല ശീല കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പാറശാല ബൈജു അധ്യക്ഷനായിരുന്നു. ചങ്ങനാശ്ശേരി MLA വിനോദ് ജോബ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോണി ചെങ്കിട്ട സന്നിഹിതനായിരുന്നു. കേരള കോൺഗ്രസിലെ മറ്റ് കമ്മിറ്റി അംഗങ്ങളും മുതിർന്ന അംഗങ്ങളും പങ്കെടുത്തു. അടുത്തതായി ഉദ്ഘാടനം നടത്താനായി നമ്മുടെ പ്രതിനിധിയായി വന്നിട്ടുള്ള കേരള ഗവൺമെന്റ് ചീഫ് വിപ്പായ സർ അബു ജോൺ ജോസഫ് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന വിനോദ് ജോബ് നമ്മുടെ എല്ലാ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ഒരു മെമ്പർ കൂടെയാണ്. എന്നത് ചങ്ങനാശ്ശേരി MLA വിനോദ് ജോബാണ് സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. ഇന്നിവിടെ കേരള കോൺഗ്രസ് പാറശാല മണ്ഡലം കമ്മിറ്റി പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് നീണ്ട 85 വർഷം കേരള രാഷ്ട്രീയത്തില് അദ്ദേഹം 56 വർഷത്തോളം അദ്ദേഹം തൊടുപുഴയിൽ MLA ആയത് 1970-ലാണ്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. അതിനുശേഷം 56 നീണ്ട വർഷങ്ങൾ കേരള രാഷ്ട്രീയത്തില് ഒരു നിറസാന്നിധ്യമായി കേരളത്തിലെ ചരിത്ര പ്രധാനമായ പല നിയമനിർമ്മാണങ്ങളും പല നയങ്ങളും രൂപീകരിച്ചു. വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് നിങ്ങളെപ്പോഴത്തെ വിദ്യാർത്ഥികളെയൊക്കെ ബാധിക്കുന്ന ധാരാളം നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിന്റെ 85-ാം ജന്മദിനം നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ഡോക്ടറാകണമെന്നോ എഞ്ചിനീയർ ആകണമെന്നോ അഡ്വക്കേറ്റ് ആകണമെന്നോ ഒന്നും ആരെയും നിർബന്ധിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ മാതാപിതാക്കളോട് പറയുകയാണ്, ഈ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ എന്തെങ്കിലും ഒരു സർഗാത്മക കഴിവുകളാണ്. ആ സർഗാത്മക കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയും. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി എൻ്റെ പ്രിയ സഹോദരൻ കൂടെയാണ് ശ്രീ പാറശാല ബൈജു. കഴിഞ്ഞ കൊല്ലം PJ ജോസഫ് സാറിൻ്റെ പഠനാർത്ഥത്തിന് ഞാൻ വേളാങ്കണ്ണിയിലായിരുന്നു. അപ്പോൾ ബൈജുവിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് ജോസഫ് സാറിൻ്റെ പിറന്നാൾ വ്യത്യസ്തമായി ആഘോഷിക്കണം. കഴിഞ്ഞ വർഷം 84 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുത്തുകൊണ്ട് ആഘോഷിച്ചു. പക്ഷേ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജന്മാർക്കും കുഞ്ഞനുജത്തിമാർക്കും അമ്മമാർക്കും അപ്പന്മാർക്കും എല്ലാവർക്കും നമ്മുടെ യൂത്ത് ഫ്രണ്ടിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. നമസ്കാരം. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ തെക്കേറ്റത്ത് തമിഴ്നാട് ബോർഡറിൽ കിടക്കുന്ന ഒരു നിയമമണ്ഡലമാണ് പാറശാല. ഇവിടെ ഇന്ന് ഒരു 100-200ഓളം ആളുകൾ കൂടി ഇവിടെയുള്ള യുവ പ്രതിഭകൾക്ക് 10ാം ക്ലാസ്സും 12th പാസ്സായ കുട്ടികളും അതുപോലെ തന്നെ പുതുതായിട്ട് ഒരു അധ്യയന വർഷം തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെയുള്ള പഠനോപകരണങ്ങളും അതുപോലെ പാരിതോഷികങ്ങളൊക്കെ നൽകുന്ന ഒരു ചടങ്ങായിരുന്നു. വളരെ മനോഹരമായി ഇവിടുത്തെ പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ശ്രീ ബൈജു പാറശാലയും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോണി ചെങ്കിട്ട, അതുപോലെ നമ്മുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഒക്കെ ഞാൻ ശ്രീധരൻ നായർ ചേട്ടനൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പാർട്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചങ്ങനാശ്ശേരി MLA ശ്രീ വിനോദ് ജോബും ഇവിടെ ഉണ്ട്.
സന്നിഹിതനായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറി ഒക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു പരിപാടിയായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചത്. എല്ലാ ജില്ലകളിലും പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളെ ശക്തിപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്നേക്കാളും ഇന്നിവിടെ ഉപഹാരങ്ങളെ ഏറ്റുവാങ്ങിയ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയ ആഹ്വാനങ്ങൾ നേരുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല വിജയങ്ങൾ നേടി അവർ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല അനുഭവമാണ് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള പാറശാല പ്രദേശത്തെ യൂത്ത് ഫണ്ടിൻ്റെ നേതാക്കന്മാരും പഴയ കാല കേരള കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം ഒരുമിച്ച് ഇവിടുത്തെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുവാൻ വേണ്ടിയും അവർക്ക് പഠന ഉപകരണം നൽകിയ ഒരു തീരുമാനം ഏറ്റവും വളരെ മനോഹരമായിട്ടുണ്ട്. അവരുടെ ഭാവി ഇപ്പോഴേ കെട്ടിപ്പടുത്തുവാനും അവർക്ക് സ്വപ്നം കാണുവാനും അവർക്ക് അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതൊക്കെ വളരെ മനോഹരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന ലോകത്ത് നിരവധി മയക്കുമരുന്നിൻ്റെ ശൃംഖലകൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ഇവരെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു നല്ല ക്ലാസ്സാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി നമ്മുടെ നാട്ടിലെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ നാടിനെ അല്ലെങ്കിൽ നാടിൻ്റെ ആൾക്കാരെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ തന്നെ. വളരെ വിജയകരമായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 4000 പേരോടും കേസ് കൊടുത്തിട്ടുണ്ട്, 4500 പേരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. നല്ല സക്സസ് ആയിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ്റെ ഓപ്പറേഷൻ പോകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.